ഹായ്, ഇതെന്താണെന്നറിയോ? ഓറഞ്ച് സിസ്റ്റാണ്. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. നമ്മുടെ പ്ലം കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, എല്ലാവരും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ഓറഞ്ച് സിസ്റ്റിന് ഒരു മണവും രുചിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാന്നേ. അതിനായി ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക. നല്ല പഴുത്ത ഓറഞ്ചിൻ്റെ തൊലിയാണ് നല്ലത് കേട്ടോ. ഇനി അതിൻ്റെ വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ രീതിയിലാക്കിയെടുക്കുക. ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി അതെല്ലാം ഒന്ന് നന്നായി കഴുകി തിളപ്പിച്ചെടുക്കണം. ഒരു പ്രാവശ്യമല്ല, ഒരു 2-3 പ്രാവശ്യം തിളപ്പിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ഞാനൊരു 3 പ്രാവശ്യം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക. ഓറഞ്ചിൻ്റെ ജ്യൂസ് അല്ലാതെ വെള്ളത്തിൽ തിളപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ചേർക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുക. ഇനി അതൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളക്കുമ്പോഴേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. വെള്ളം മുഴുവനായിട്ട് വറ്റിക്കരുത്. ഒരു ജ്യൂസി പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കേക്കിലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഓറഞ്ച് സിസ്റ്റാണ് വേണ്ടത്. കൂടുതൽ വറ്റിപ്പോയാൽ അതൊരു ക്രിസ്റ്റൽ രൂപത്തിലാവും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓറഞ്ച് സിസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.